ഫൂഫി ഒരു സുന്ദരി കുട്ടിയായിരുന്നു. The setting of the story. This is one of the most important messages in the story. What? ഇതാണ് ഒരു ബുൾ ടെറിയർ. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. ചില പാരഗ്രാഫ് വായിക്കുമ്പോൾ അവിടെ കുറച്ച് A+ പോയിന്റ്സ് ഓർമ്മിച്ച് വെക്കുക എന്നത് വളരെ ക്രൂഷ്യലാണ്. ഫൂഫി, why are you doing this to me? By the end of this video, you will have a thorough understanding of Foofi. Watch till the end. Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. Foofi is the opening chapter in our new +1 English textbook. In this video, I'll discuss the chapter in detail, line by line, so that you will understand each sentence clearly. And by the end of this video, you will have a thorough understanding of Foofi and will be well prepared for your examination. Don't skip this video. Watch till the end and let me know your feedbacks in the comment box. And let's begin. Foofi by Trevor Noah. Understanding the author helps us understanding the story better. So let's begin with a brief introduction to the author, Trevor Noah. N-O-A-H is pronounced as Noah. You might have come across him in YouTube because his stand-up comedy is very popular. If you haven't, do check him out on YouTube. Trevor Noah is a South African comedian, writer, television host, and political commentator. So our author, Trevor Noah, is a multi-talented media personality from South Africa. He was born on 20th February 1984 in Johannesburg. Johannesburgil 1984-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. I want you to remember the year 1984. I'll tell you why. His autobiography, Born a Crime, became an international bestseller. അദ്ദേഹത്തിന്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള Born a Crime ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ്സെല്ലറാണ്. ബോൺ എ ക്രൈം, ജനിച്ചത് ഒരു കുറ്റം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതിന്റെ റീസൺ എന്താണ് എന്ന് നമുക്ക് പറയാം. ഹിസ് റൈറ്റിംഗ് ഓഫൺ കമ്പൈൻസ് ഹ്യൂമർ, പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ കമൻട്രി. നോയയുടെ റൈറ്റിംഗ്സ് ആയാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡീസ് ആയാലും ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, പൊളിറ്റിക്കൽ കമൻട്രി, ഇതൊക്കെ ഹ്യൂമറിൽ ബ്ലെൻഡ് ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്യാറ്, പ്രസൻറ്റ് ചെയ്യാറ്. നോക്കൂ, ഹിസ് മദർ പെട്രീഷ്യ നോവ വാസ് ബ്ലാക്ക് ആൻഡ് ഹിസ് ഫാദർ റോബർട്ട് നോവ വാസ് സ്വിസ്. അദ്ദേഹത്തിൻ്റെ അമ്മ പെട്രീഷ്യ ഒരു കറുത്ത വർഗ്ഗക്കാരിയും അച്ഛനായ റോബർട്ട് ഒരു വെളുത്ത വർഗ്ഗക്കാരനുമായിരുന്നു. ആൻഡ് ദ ടൈറ്റിൽ ബോൺ crime refers to the fact that under apartheid, I would like to introduce a new word, apartheid. എന്താണ് apartheid എന്ന് പറഞ്ഞാൽ? apartheid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 മുതൽ 1994 1994 വരെ സൗത്ത് ആഫ്രിക്കയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ആളുകളെ വർണ്ണത്തിന്റെ, റേസിന്റെ പേരിൽ സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് apartheid എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. apartheid, it is a system, or it was a system of racial segregation and discrimination enforced by South African government from 1948 to 1994. 1948 മുതൽ 1994 വരെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് തന്നെ എൻഫോഴ്സ് ചെയ്ത, അവർ തന്നെ നിയമം മൂലം എന്ത് ചെയ്ത, നടപ്പിലാക്കിയ ഒരു സിസ്റ്റം ഓഫ് റേഷ്യൽ സെഗ്രിഗേഷൻ, വർണ്ണവിവേചന സംവിധാനമാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഈ വേർഡ് ആക്ച്വലി വന്നത് സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിൽ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്നെസ് എന്നാണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നാണ്. നോക്കൂ, സോ അണ്ടർ അപ്പാർത്തൈഡ് ഇറ്റ് വാസ് ഇല്ലീഗൽ ഫോർ എ ബ്ലാക്ക് പേഴ്സൺ ആൻഡ് വൈറ്റ് പേഴ്സൺ ടു ഹാവ് എ ചൈൽഡ് ടുഗദർ. സോ അപ്പാർത്തൈഡിൽ ഒരു കറുത്ത വർഗ്ഗക്കാരിയും വെളുത്ത വർഗ്ഗക്കാരനും കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് ആയിരുന്നു. സോ ട്രെവർ നോയുടെ ബർത്ത് തന്നെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് ആയിരുന്നു എന്നാണ് ആ ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഐ ബിലീവ് യു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓഥർ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്ററിലേക്ക് പോവാം. Foofi by Trevor Noah. A month after we moved to Eden Park, my mother brought home 2 cats, black cats, beautiful creatures. ഇങ്ങനെയാണ് ഫൂഫി എന്ന സ്റ്റോറി ആരംഭിക്കുന്നത്. ഈ സ്റ്റോറിയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ നമുക്കറിയാം. ആൻഡ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ കഥയുടെ തുടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഇവിടുത്തെ നറേറ്റർ ആരാണ് എന്നുള്ളതാണ്. കഥ പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, അതാരാണ്? അത് ട്രെവർ നോയാണ്, അല്ലെങ്കിൽ യങ് ട്രെവർ ആണ്.
ദെൻ രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഈ ഒരു ഇൻസിഡന്റ്, ഈ ഫൂഫി എന്ന സ്റ്റോറി യങ് ട്രെവർ നോയുടെ ചൈൽഡ്ഹുഡിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. അങ്ങനെ റിയൽ ഇൻസിഡൻസിനെ കുറിച്ചുള്ള കഥകളെ നമ്മൾ അനക്ഡോട്ട് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അനക്ഡോട്ട് എന്നാണ് വിളിക്കുക. ഫൂഫി ഒരു അനക്ഡോട്ടാണ്, അല്ലെങ്കിൽ ഒരു സംഭവ കഥയാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. റൈറ്റ്? നോക്കൂ. A month after we moved to Eden Park, my mother brought home 2 cats, black cats, beautiful creatures. So ഇവിടെ ട്രെവറിന്റെ മദറും മറ്റേതോ ഒരു സ്ഥലത്ത് നിന്ന് ഈഡൻ പാർക്ക് എന്ന ലൊക്കാലിറ്റിയിലേക്ക് മൂവ് ഷിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അമ്മ 2 ബ്ലാക്ക് കാറ്റ്സിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രെവർ നോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബ്ലാക്ക് കാറ്റ്സിനെ. കാരണം നോ പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ്, you wouldn't dare own a cat, especially a black cat. ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ഡെയർ എന്നാൽ ഷോ കറേജ് എന്നാണ്. സോ യു വുഡിൻ ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യം കാണിക്കില്ല. എന്തിന്? ഒരു കാറ്റിനെ ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കാറ്റിനെ പ്രത്യേകിച്ച് ഓൺ ചെയ്യാൻ. ആൻഡ് ദാറ്റ് മേക്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സർ, എന്താണ് ഈ ബ്ലാക്ക് നെയ്ബർഹുഡ്? കാരണം ഇവിടെ തന്നെ ബ്ലാക്ക് നെയ്ബർഹുഡും ഉണ്ട്, colored neighborhood ഉണ്ട്. So to understand this better, I would like to introduce the setting of the story. എന്താണ് ഈ കഥയുടെ സെറ്റിംഗ്? നമുക്കറിയാം ഈ കഥ നടക്കുന്നത് ഈഡൻ പാർക്ക് എന്ന് പറഞ്ഞ ജൊഹാനസ്ബർഗിലെ ഒരു സ്ഥലത്ത് വെച്ചാണ്, ഒരു നെയ്ബർഹുഡിൽ വെച്ചാണ്. അത് എന്ത് നെയ്ബർഹുഡാണ്? അതൊരു കളേർഡ് നെയ്ബർഹുഡാണ്. ഡ്യൂറിങ് ദ ഏർലി 1990s, 1990കളുടെ തുടക്കത്തിലാണ്, അപ്പാർത്തൈഡ് എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത്. ആൻഡ് ഈഡൻ പാർക്ക് എന്ന് പറയുന്ന ഒരു കളേർഡ് നെയ്ബർഹുഡാണ്. സർ, എന്താണ് ഈ കളേർഡ് നെയ്ബർഹുഡ്? നോക്കിക്കോളൂ. ഞാൻ നേരത്തെ അപ്പാർത്തൈഡ് എന്താണെന്ന് പറഞ്ഞു. അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് 1948 മുതൽ 1994 വരെ സൗത്ത് ആഫ്രിക്കയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഓഫ് റേഷ്യൽ സെഗ്രിഗേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ദ ഗവൺമെന്റ് ക്ലാസിഫൈഡ് പീപ്പിൾ ഇൻ ടു റേഷ്യൽ ഗ്രൂപ്പ്സ്. ഗവൺമെന്റ് മനുഷ്യരെ റേഷ്യൽ ഗ്രൂപ്പുകളായി, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി തരംതിരിച്ചിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, അവിടുത്തെ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് വൈറ്റ്സ് ആയിരുന്നു, വെളുത്ത വർഗ്ഗക്കാരായിരുന്നു. പിന്നെ ആരുണ്ട്? അല്ലെ, ആ സ്ട്രാറ്റയിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ബ്ലാക്സ് ആണ്, കറുത്ത വർഗ്ഗക്കാരാണ്. ദെൻ കളേർഡ് പീപ്പിൾ. എന്താണ് കളേർഡ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ആൻസിസ്ട്രി ആണ്, അല്ലെ, ബ്ലാക്സും വൈറ്റ്സും ഒക്കെ മിക്സ് ചെയ്തുള്ള ആൻസിസ്ട്രി ഉള്ള ആൾക്കാരാണ് കളേർഡ് പീപ്പിൾ. പിന്നെ ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് അതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ദ ഗവൺമെന്റ് ഫോഴ്സ്ഡ് ഈച്ച് ഗ്രൂപ്പ് ടു ലിവ് ഇൻ സെപ്പറേറ്റ് റെസിഡൻഷ്യൽ ഏരിയാസ്. ഗവൺമെന്റ് ഈ ആളുകളെയൊക്കെ പ്രത്യേക റെസിഡൻഷ്യൽ ഏരിയാസിൽ താമസിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വൈറ്റ്സ് ആയിട്ട് സുപ്രീം, അവിടുത്തെ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ നെയ്ബർഹുഡിലേക്ക് പോകാൻ ആർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല? ബ്ലാക്സിനോ അല്ലെങ്കിൽ ഈവൻ മിക്സഡ് റേസിന് പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ആൻഡ് എന്താണ് കളേർഡ് നെയ്ബർഹുഡ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. വാസ് എൻ ഏരിയ ഒഫീഷ്യലി റിസർവ്ഡ് ഫോർ കളേർഡ് പീപ്പിൾ. അല്ലെ, കളേർഡ് പീപ്പിളിനെ ഒഫീഷ്യലി റിസർവ് ചെയ്ത സ്ഥലമാണ് ഏത്? ഈ കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ട്രെവർ നോയും മദറും ബ്ലാക്ക് നെയ്ബർഹുഡിൽ നിന്ന് ഈ ഏർലി 1990s ഈ അപ്പാർത്തൈഡിന്റെ ശക്തി, ഇതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ, ഈ റെസിഡൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ബ്ലാക്ക് നെയ്ബർഹുഡിൽ നിന്ന് ഈഡൻ പാർക്ക് എന്ന് പറഞ്ഞ കളേർഡ് നെയ്ബർഹുഡിലേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. ഇൻ എ black neighborhood, they were not allowed to keep black cats. കാരണം എന്താ? that would be like wearing a sign that said, അല്ലെ, നിങ്ങൾ ഒരു ബ്ലാക്ക് കാറ്റിനെ ഓൺ ചെയ്യുകയാണെങ്കിൽ അത് ഒരു സൈൻ ബോർഡ് ധരിക്കുന്ന പോലെയാണ്. അതായത് വളരെ ഹ്യൂമറസ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന സൂപ്പർസ്റ്റിഷനെ, അന്ധവിശ്വാസത്തെ കളിയാക്കുകയാണ് ട്രെവർ നോ. അദ്ദേഹം പറയാണ്, that would be like wearing a sign that said, hello, I'm a witch. നോക്കൂ, ഞാൻ ആരാണ്? ഞാനൊരു വിച്ചാണ്. എന്താണ് വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദി അല്ലെങ്കിൽ ദുർമന്ത്രവാദിനി എന്നൊക്കെയാണ്, അല്ലെ. എ പേഴ്സൺ ഹൂ ബിലീവ് ടു യൂസ് ഓർ ബിലീവ് ടു ഹാവ്, ഓക്കെ, ബിലീവ് ടു ഹാവ് ഹാംഫുൾ മാജിക്. ഹാംഫുൾ മാജിക് ഉള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അത് കൈവശം വെക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിച്ച് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങളൊരു വിച്ചാണ് എന്നാണ് വിചാരിക്കുക നിങ്ങളുടെ കയ്യിലൊരു ബ്ലാക്ക് കാറ്റ് ഉണ്ടെങ്കിൽ. സിൻസ് വി മൂവ് ടു എ കളേർഡ് നെയ്ബർഹുഡ്, ഇപ്പം ഞങ്ങളൊരു കളേർഡ് നെയ്ബർഹുഡിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തപ്പോൾ മൈ മോം തോട്ട് കാറ്റ്സ് വുഡ് ബി ഓക്കെ. എൻ്റെ അമ്മ വിചാരിച്ചു കാറ്റ്സിനെ കൊണ്ടുപോവുക, വളർത്തുക എന്നുള്ളത് ഓക്കെ ആണെന്ന്.
വൺസ് ദേ വർ ഗ്രോൺ, അവര് ഒരിക്കലും വളർന്ന് വലുതായപ്പോ ഈ ബ്ലാക്ക് കാറ്റ്സ്, വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിംഗ് ദ ഡേ ടു റോം ദ നെയ്ബർഹുഡ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ അയൽപ്പക്കത്ത് രാവിലെ അവരെ റോം ചെയ്യാൻ വേണ്ടി, അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വേണ്ടി, അല്ലെ, റോം എന്ന് വെച്ചാൽ വാക്ക് അറൌണ്ട് ഫ്രീലി എന്നാണ്, റോം ചെയ്യാൻ വേണ്ടി വിട്ടു. ശരി, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോക്കൂ, then one evening we came home to find something terrible had happened. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ടെറിബിൾ ആയിട്ടുള്ള, ഭീകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ വിറ്റ്നസ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? ബോത്ത് ദ കാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ്. ആ രണ്ട് ബ്ലാക്ക് കാറ്റ്സിനെയും എന്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹാഡ് ബീൻ കിൽഡ്, കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. On our front wall, someone had written in Afrikaans. ഞങ്ങളുടെ ഫ്രണ്ട് വോളിൽ ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ആരോ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് ഹെക്സ്. ഹെക്സ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കാൻസിൽ വിച്ച് എന്നാണ്, ദുർമന്ത്രവാദിനി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരോ ഒരാള്, അല്ലെങ്കിൽ ഏതോ ഒരു കൂട്ടം ആളുകൾ ഈ ബ്ലാക്ക് കാറ്റ്സിനെ വളർത്തുന്ന ട്രെവറിന്റെ അമ്മ ഒരു മന്ത്രവാദിനിയാണ്, ഹെക്കാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കാറ്റ്സിനെ എന്ത് ചെയ്തു കളഞ്ഞു? കൊന്നു കളഞ്ഞു. After the cats were killed, we took a break from pets for a while. സോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഞങ്ങൾ കുറച്ചു കാലം എന്ത് ചെയ്തില്ല? പെറ്റ്സിനെ ഒന്നും വളർത്തിയില്ല. നോക്കൂ, ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്, ഈ ബ്ലാക്ക് നെയ്ബർഹുഡിൽ, അല്ലെങ്കിൽ ഈ അവരുടെ കളേർഡ് നെയ്ബർഹുഡിൽ ഈ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്നത്, ബ്ലാക്ക് കാറ്റ്സ് were often associated with witchcraft. ബ്ലാക്ക് കാറ്റ്സിനെ എന്തുമായി കണക്ട് ചെയ്തിരുന്നു? വിച്ച് ക്രാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. ആൻഡ് രണ്ടാമത്തെ പോയിന്റ്, ഇത് എന്താണ് കാണിക്കുന്നത്? ഇത് അവിടെ നിലനിന്നിരുന്ന സൂപ്പർസ്റ്റിഷൻസിനെയാണ് കാണിക്കുന്നത്. മലയാളം അന്ധവിശ്വാസങ്ങളെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഈ ഒരു ഇൻസിഡന്റ് എന്താണ് നമുക്ക് തെളിയിച്ചു തരുന്നത്? നോക്കൂ, ദ ഇൻസിഡന്റ് ഷോസ് ഹൗ ഇറേഷണൽ ബിലീവ്സ്, എങ്ങനെയാണ് ഇറേഷണലായ, ഇല്ലോജിക്കലായ ബിലീവ്സ് ലീഡ് ടു വയലൻസ് ആൻഡ് ക്രൂവൽറ്റി. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഓരോ പാരഗ്രാഫിലും നമുക്ക് പ്രധാനപ്പെട്ട ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് A+ പോയിന്റ്സ് കൂടെ നാച്ചു സാർ എന്ത് ചെയ്യും? പഠിപ്പിച്ചു തരും. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എവറി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. ഇനി നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് പോവാണ്. ബിക്കോസ് ദ സ്റ്റോറി ഹാസ് യെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അസ് ഹൂ ഫൂഫി ഈസ്. ഫൂഫി ആരാണ് എന്നീ കഥ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നോക്കൂ, ട്രെവർ നോയ്ക്ക് അറിയാവുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പുവർ യു വർ, നിങ്ങൾ എത്ര പുവർ ആണ് എന്നതൊന്നും മാറ്റർ ചെയ്യുന്നില്ല, യു ഹാഡ് എ ഡോഗ്, നിങ്ങൾക്കൊരു ഡോഗ് ഉണ്ടാവും. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഇനി എങ്ങനെയാണ് ഡോഗ്സിനെ സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് സ്ട്രാറ്റയിലുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വൈറ്റ് പീപ്പിൾ ഡോഗ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ട്, കുട്ടികളെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ. എന്നാൽ ബ്ലാക്ക് പീപ്പിളിന് ഡോഗ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എ പുവർ മാൻസ് അലാം സിസ്റ്റം, അല്ലെ? ട്രെവറിനോ വളരെ ഹ്യൂമറസ് ആയി പറയാണ്, ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു പുവർ മാൻ്റെ എന്താണ്? അലാം സിസ്റ്റമാണ്. ഓക്കെ, ആൻഡ് യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ്പ് ഇറ്റ് ഇൻ ദ യാർഡ്. നിങ്ങളൊരു ഡോഗിനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ യാർഡിൽ, മുറ്റത്ത് എന്ത് ചെയ്യും? സൂക്ഷിക്കും, അല്ലെങ്കിൽ മുറ്റത്ത് വെക്കും. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദർ ട്രേഡ്സ്. അതുപോലെ ബ്ലാക്ക് പീപ്പിള് ഡോഗ്സിനെ പേര് കൊടുക്കുന്നത് അവരുടെ ട്രേഡ്സ് വെച്ചിട്ടാണ്. ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് ഡോഗ്സിന് പേര് കൊടുക്കുന്നത്. നോക്കൂ, ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ്, പട്ടിക്ക് സ്ട്രൈപ്സ് ഉണ്ടെങ്കിൽ, ഇതുപോലെ വരകൾ ഉണ്ടെങ്കിൽ, നിങ്ങളതിനെ എന്ത് വിളിക്കും? യു കോൾ ഇറ്റ് ടൈഗർ. നിങ്ങളതിനെ എന്ത് വിളിക്കും? ടൈഗർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് വിഷ്യസ്, നിങ്ങളുടെ ഡോഗ് വിഷ്യസ് ആണെങ്കിൽ, എന്താണ് വിഷ്യസ് എന്ന് പറഞ്ഞാൽ? വിഷ്യസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് എന്നാണ്, അല്ലെങ്കിൽ ഫിയേഴ്സ് എന്നാണ്. സോ നിങ്ങളുടെ ഡോഗ് ഡേഞ്ചറസ് ആണെങ്കിൽ യു കോൾ ഇറ്റ് ഡേഞ്ചർ. നിങ്ങളതിനെ എന്ത് വിളിക്കും? ഡേഞ്ചർ എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട്സ്, നിങ്ങളുടെ പട്ടിയിലൊക്കെ സ്പോട്ട്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പുള്ളിപ്പുള്ളികൾ ഉണ്ടെങ്കിൽ, യു കോൾ ഇറ്റ് സ്പോട്ടി. നിങ്ങളതിനെ എന്ത് വിളിക്കും? സ്പോട്ടി എന്ന് വിളിക്കും. സോ ഈ ബ്ലാക്ക് പീപ്പിൾ അവരുടെ ഡോഗ്സിനെ നെയിം ചെയ്യുന്നത് വളരെ പ്രാക്ടിക്കലായ, ഡിസ്ക്രിപ്റ്റീവായ രീതിയിലാണ്. ആൻഡ് one day some lady at my mom's work
offered us 2 puppies. ഒരു ദിവസം ഞങ്ങളുടെ അമ്മയുടെ ഓഫീസിലുള്ള ഒരു ലേഡി ഞങ്ങൾക്ക് 2 പപ്പീസിനെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് 2 പപ്പീസിനെ ഓഫർ ചെയ്തു, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. Mom brought them home and I was the happiest kid on earth. എൻ്റെ അമ്മ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്. ആൻഡ് ഐ വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. ഞാനായിരുന്നു ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കിഡ് എന്ന് ട്രെവർ നോ ഓർക്കുന്നു. She named them Foofy and Panther. അമ്മ അവർക്ക് പേര് കൊടുത്തത് ഫൂഫി എന്നും പാന്തർ എന്നുമാണ്. അങ്ങനെയാണ് ഫൂഫി ഈ കഥയിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഫൂഫി, ഐ ഡോണ്ട് നോ വേർ ഹർ നെയിം കെയിം ഫ്രം. ഫൂഫി, ആ പേര് എവിടെ നിന്നാണ് വന്നത് എന്ന് ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ, ബിക്കോസ് ദർ ഇസ് നോ ലോജിക് ബിഹൈൻഡ് നെയിമിങ് എ ഡോഗ് ഫൂഫി. ബിക്കോസ് യൂഷ്വലി ഞങ്ങൾ ട്രേഡ്സിനെ ബേസ് ചെയ്താണ് പേര് കൊടുക്കാറ്. പക്ഷേ ഫൂഫി എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്ന് ഐ ഹാവ് നോ ക്ലൂ. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്. പാന്തറിന് എന്തുണ്ടായിരുന്നു? ഒരു പിങ്ക് നോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷീ വാസ് പിങ്ക് പാന്തർ. അവളെ ഞങ്ങൾ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് പാന്തർ എന്നായിരുന്നു. ആൻഡ് ഇവൻച്വലി എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ ഗ്രാജുവലി ഷീ ബിക്കെയിം പാന്തർ, ജസ്റ്റ് പാന്തർ, അല്ലേ? നമ്മൾ സ്നേഹം കൂടുമ്പോൾ നമ്മുടെ പേരിൻ്റെ വലുപ്പം കുറയില്ലേ? സോ പിങ്ക് പാന്തർ അങ്ങനെ പാന്തറായി. They were 2 sisters who loved and hated each other. സോ അവരെന്തായിരുന്നു? They were 2 sisters. ഇവർ 2 പേരും പെൺപട്ടിക്കുട്ടികളായിരുന്നു. And they were 2 sisters who loved and hated each other. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത 2 സഹോദരിമാരായിരുന്നു അവർ. They would look out for each other. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? Look out for എന്ന് പറഞ്ഞാൽ എന്താണ്? Take care എന്നാണ്. So they would take care each other. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ വുഡ് ഓൾസോ ഫൈറ്റ്. അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെക്കുകയും ചെയ്യും. അല്ല, നമ്മുടെ സിബ്ലിങ്സിൻ്റെ കാര്യം എടുത്താൽ മതി. നമ്മൾ നമ്മുടെ ചേച്ചിയും അനിയത്തിയൊക്കെ ആയിട്ടുള്ള റിലേഷൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കണക്ട് ആവും. They would also fight all the time. It was a strange relationship. Trevor fondly remembers the relationship. എങ്ങനെയാണ്? It was a strange relationship. വളരെ വിചിത്രമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഫൂഫിയും ട്രെവറും തമ്മിൽ. സോ ഇതാണ് നമ്മുടെ ഫൂഫി, ഇതാണ് ആര്? പാന്തർ. സോ ഫൂഫിയും ട്രെവറും തമ്മിലല്ല, ഫൂഫിയും പാന്തറും തമ്മിൽ. നോക്കൂ, പാന്തർ വാസ് മൈ മോംസ് ഡോഗ്. പാന്തർ എൻ്റെ അമ്മയുടെ ഡോഗായിരുന്നു കേട്ടോ. ഫൂഫി വാസ് മൈൻ. പക്ഷെ ഫൂഫി എൻ്റെ സ്വന്തം പട്ടിക്കുട്ടിയായിരുന്നു. പാന്തർ എൻ്റെ അമ്മയുടെ പെറ്റ് ഡോഗായിരുന്നു, ഫൂഫി എൻ്റെ സ്വന്തം ഡോഗായിരുന്നു എന്ന് ട്രെവർ പറയുന്നു. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. സോ ഇനി അങ്ങോട്ട് ഫൂഫിയുടെയും പാന്തറിൻ്റെയും ഫിസിക്കൽ അപ്പിയറൻസിനെ, അവരുടെ ട്രെയ്റ്റ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ തരികയാണ് ട്രെവർ നോ. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. നമുക്ക് ആദ്യം ഫൂഫിയെ കുറിച്ച് നോക്കാം. ഫൂഫി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫൂഫി ഒരു സുന്ദരി കുട്ടിയായിരുന്നു. ക്ലീൻ ലൈൻസ്. എന്താണ് ക്ലീൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ വെൽ ഷേപ്പ്ഡ് ബോഡി എന്നാണ്. ക്ലീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ വെൽ ഷേപ്പ്ഡ് ബോഡിയാണ് എന്നാണ്. ആൻഡ് ഹാപ്പി ഫേസ്. വേറസ് പാന്തർ, അല്ലേ? ആൻഡ് ഫൂഫിയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഷീ ലുക്ക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. അവളെ കാണാൻ ഒരു പെർഫെക്റ്റ് ബുൾ ടെറിയറിനെ പോലെ ഉണ്ടായിരുന്നു. ഹാവ് യു എവർ സീൻ എ ബുൾ ടെറിയർ? ബുൾ ടെറിയർ എന്ന് പറയുന്നത് ഒരു ഡോഗ് ബ്രീഡാണ്. ഇഫ് യു ഹാവ് സീൻ എ ബുൾ ടെറിയർ, ഐ വിൽ ഷോ യു വൺ. നോക്കൂ, ഇതാണ് ഒരു ബുൾ ടെറിയർ. ആഹാ, എ ബുൾ ടെറിയർ ഈസ് എ മീഡിയം സൈസ് ഡോഗ് ബ്രീഡ് നോൺ ഫോർ ഇറ്റ്സ് യുണീക് എഗ് ഷേപ്പ്ഡ് ഹെഡ് ആൻഡ് മസ്കുലാർ ബോഡി. സോ ഇതാണ് ഒരു ബുൾ ടെറിയർ. നമ്മുടെ ഫൂഫിയെ കാണാൻ ഒരു പെർഫെക്റ്റ് ബുൾ ടെറിയറിനെ പോലെ ഉണ്ടായിരുന്നു എന്ന് ആരോർക്കുകയാണ്? ട്രെവർ നോ ഓർക്കുകയാണ്. നോക്കൂ, ഇനി നമ്മൾ പാന്തറിന്റെ കേസിലേക്ക് പോവാം. പാന്തർ കെയിം ഔട്ട് വിയേർഡ്. കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ, ടേൺഡ് ഔട്ട് ടു ബി, ആയിത്തീർന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. സോ പാന്തർ പക്ഷേ ഫൂഫിയെ പോലെ അത്ര സുന്ദരി ആയിരുന്നില്ല. പാന്തറെ കാണാൻ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു. വിയേർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ്. ദെൻ സ്ക്രഫി ലുക്കിംഗ്, തെറ്റിക്കരുത്. സ്ക്രഫി ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ അൺടൈഡി ഇൻ അപ്പിയറൻസ് എന്നാണ്. സ്ക്രഫി ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺടൈഡി ഇൻ അപ്പിയറൻസ് എന്നാണ്. പാന്തർ വാസ് സ്മാർട്ട് വേറാസ് ഫൂഫി വാസ് ഡം. ഇതൊന്നും ഓർക്കണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇനി പാന്തർ വാസ് സ്മാർട്ട്. ആ കൂട്ടത്തിൽ സ്മാർട്ട് ആരായിരുന്നു? പാന്തർ ആയിരുന്നു. വെറാസ് ഫൂഫി വാസ് ഡം. എന്നാൽ ഫൂഫി എന്തായിരുന്നു? ഫൂഫി ഡംപ് ആയിരുന്നു, അല്ലെ, അൺഇന്റലിജന്റ് ആയിരുന്നു എന്ന് ആര് പറയാണ്? ട്രെവർ നോ പറയാണ്. സോ ഡംപ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഇന്റലിജന്റ് എന്നാണ്, അല്ലെങ്കിൽ അൺഇന്റലിജന്റ് എന്നാണ്. For some reason, Trevor Noah and his family believed that ഫൂഫി ഒരു ഡംപ് ആയിട്ടുള്ള ഡോഗാണ്, ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഡോഗാണ്. പക്ഷെ പാന്തർ ഭയങ്കര സ്മാർട്ടാണ്. എന്താ നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷി വാസ് ഡം. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എപ്പോഴും വിചാരിച്ചിരുന്നത് അവൾ ഡംപാണ് എന്നാണ്.
whenever we called her, ഞങ്ങൾ എപ്പോഴൊക്കെ അവളെ വിളിക്കുന്നു, പാന്തർ വുഡ് കം റൈറ്റ് അവേ. പാന്തർ അപ്പം തന്നെ എന്ത് ചെയ്യും, ഓടി വരും. ബട്ട് ഫൂഫി വുഡിൻ ഡു എനിത്തിങ്. പക്ഷെ ഫൂഫി എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഫൂഫി വുഡിൻ റെസ്പോണ്ട്. ഫൂഫി എന്ത് ചെയ്യില്ല, പ്രതികരിക്കുകയൊന്നും ചെയ്യില്ല. സോ ഇവിടെ ട്രെവറിനോയുടെ ഫാമിലി ഫൂഫിയെ ജഡ്ജ് ചെയ്യാണ്, അല്ലെ, ഫൂഫിയെ മിസ് ജഡ്ജ് ചെയ്യാണ് എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അവളുടെ ബിഹേവിയർ മാത്രം വെച്ചിട്ട്, നോട്ട് ബേസ്ഡ് ഓൺ എനി റിയൽ എവിഡൻസ്. നോക്കിക്കോളേ, പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫൂഫി ആൻഡ് ദെൻ ദേ വുഡ് ബോത്ത് കം. പാന്തർ എന്ത് ചെയ്യും, പാന്തർ തിരിച്ചോടിപ്പോയിട്ട് ഫൂഫിയെ വിളിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് വരും. ഓക്കെയാണ്. ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് എന്താണ് ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ? ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ഡിസ്കവേർഡ് ടു ബി എന്നാണ്. വാസ് ഡിസ്കവേർഡ് ടു ബി, കണ്ടെത്തപ്പെട്ടു, മനസ്സിലാക്കപ്പെട്ടു. എന്ത്? പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നീട് ഒരു ഇൻസിഡന്റിൽ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത്? ഫൂഫി വാസ് ഡഫ്. ഫൂഫി ഞങ്ങൾ വിചാരിച്ചതുപോലെ ഡംബ് ആയിരുന്നില്ല. പിന്നെയോ, ഫൂഫി വാസ് ഡഫ്. എന്താണ് ഡഫ് എന്ന് പറഞ്ഞാൽ? ഡഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റാത്തത് എന്നാണ്. ബധിര എന്നാണ്. അണേബിൾ ടു ഹിയർ എന്നാണ്, അല്ലേ? ഡഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണേബിൾ ടു ഹിയർ എന്നാണ്. ഫൂഫി വാസ് ഡഫ്. ഇയേഴ്സ് ലേറ്റർ ഫൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബർഗ്ലർ, എന്താണ് ബർഗ്ലർ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു ഹൗസ് ടു സ്റ്റീൽ. കവർച്ചക്കാരൻ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സോ ഒരു കവർച്ചക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കാൻ നോക്കുന്ന സമയത്ത് ആര് മരണപ്പെടുകയാണ്? ഫൂഫി മരണപ്പെടുകയാണ്. ഹി പുഷ്ഡ് ദ ഗേറ്റ് ഓവർ. അവൻ, ആ കവർച്ചക്കിടയിൽ ഗേറ്റ് എന്ത് ചെയ്യാണ്, മുന്നോട്ടേക്ക് പുഷ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക്. അത് നമ്മുടെ പാവം ഫൂഫിയുടെ പിറകിൽ എന്ത് ചെയ്യാണ്, വീഴാണ്. കാരണം ഫൂഫിക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, റിയാക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് വീഴുന്ന ശബ്ദം കേൾക്കണം. ബട്ട് ഫൂഫി അൺഫോർച്ചുനേറ്റ്ലി കുഡ്ന്റ് ഹിയർ ദാറ്റ്. സോ ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക് ആൻഡ് ബ്രോക്ക് ഹെർ സ്പൈൻ. അത് അവളുടെ സ്പൈൻ എന്ത് ചെയ്തു, തകർത്ത് കളഞ്ഞു. വി ടുക്ക് ഹെർ ടു ദ വെറ്റ്. ഞങ്ങൾ അവളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? വെറ്ററിനറി സർജന്റെ അല്ലെങ്കിൽ മൃഗ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. സർജൻ ഞങ്ങളോട് പറഞ്ഞു, ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. എന്താണ് പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസിന്റെ ഇവിടുത്തെ മീനിങ് ടു കിൽ ആൻ ആനിമൽ. ടു കിൽ ആൻ ആനിമൽ പെയിൻലെസ്ലി. ടു കിൽ ആൻ ആനിമൽ പെയിൻലെസ്ലി. എന്തിനാണ് ഒരു ആനിമലിനെ പെയിൻലെസ് ആയിട്ട് കൊല്ലുന്നത്? ടു കിൽ ആൻ ആനിമൽ പെയിൻലെസ്ലി ടു എൻഡ് ഇറ്റ്സ് സഫറിങ്. ടു എൻഡ് ഇറ്റ്സ് സഫറിങ്. നമ്മൾ മലയാളത്തിൽ ദയാവധം എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് യൂത്തനൈസ് എന്ന് പറയാം. എന്ത് പറയാം? യൂത്തനൈസ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, പെയിൻലെസ്ലി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ബിക്കോസ് വേറെ ഒരു ഓപ്ഷനും അവിടെ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. അവളെ എക്സാമിൻ ചെയ്തതിന് ശേഷം വെറ്റ് എന്ത് ചെയ്തു? വെറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് ആ ന്യൂസ് തന്നു. എന്തായിരുന്നു ആ ന്യൂസ്? നോക്കൂ. It must have been strange for your family living with a dog that was deaf, he said. It must have been strange for your family to live with a dog that was deaf. അല്ല, ഒരു ഡഫായിട്ടുള്ള, ചെവി കേൾക്കാത്ത ഒരു പട്ടിയുമായിട്ട് ജീവിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളത് നിങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും, അല്ലേ? വളരെ വിചിത്രമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. വാട്ട്? എന്ത്? ഞങ്ങളുടെ ഫൂഫിക്ക് ചെവി കേൾക്കില്ല എന്നോ? അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കുകയാണ്, യു ഡിഡ്ന്റ് നോ ദാറ്റ് യുവർ ഡോഗ് വാസ് ഡഫ്. നിങ്ങളുടെ ഡോഗ് ഡഫാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഇല്ല, ഞങ്ങൾ വിചാരിച്ചത് ഫൂഫി സ്റ്റുപ്പിഡാണ്, ഡഫാണ്, ഡംബാണ്, ഡഫല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഡംബാണ്, അൺഇൻ്റലിജൻ്റ് ആണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. That is when we realized that their whole lives, അപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? ഞങ്ങൾ റിയലൈസ് ചെയ്തത് എന്ത്? That their whole lives, അവരുടെ ജീവിതകാലം മുഴുവനും the one dog had been telling the other dog what to do somehow. ഒരു ഡോഗ്, പാന്തർ, മറ്റേ ഡോഗിനോട്, ഫൂഫിയോട്
ത്രൂ ഔട്ട് ദർ ലൈഫ്, അവരുടെ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹൗ ടു ഡു സംതിങ്, എന്ത് അല്ല ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാന്തർ വാസ് ഗൈഡിങ് ഫൂഫി ത്രൂ ഔട്ട് ഹർ ലൈഫ്. സോ പാന്തർ വാസ് എ ലോയൽ കമ്പാനിയൻ, പാന്തർ വാസ് എ ലോയൽ ഗൈഡ് ടു ഫൂഫി. അതിപ്പോഴാണ് ട്രെവർ നോയയും ഫാമിലിയും മനസ്സിലാക്കുന്നത്. ദ സ്മാർട്ട് ഹിയറിംഗ് വൺ, അല്ലെ, ആ കൂട്ടത്തിലെ സ്മാർട്ടായിട്ടുള്ള ചെവി കേൾക്കുന്ന ആള് അതാരാണ്? പാന്തറാണ്. വാസ് ഹെൽപ്പിംഗ് ദ ഡോജി ഡെഫ് വൺ. ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് എ ഡിസബിലിറ്റി ഓർ വീക്ക്നെസ്, ഒരു ഡിസബിലിറ്റി ഉള്ള, വീക്ക്നെസ് ഉള്ള എന്ന അർത്ഥത്തിലാണ് ഡോജി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ചില സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ചില പാരഗ്രാഫ് വായിക്കുമ്പോൾ അവിടെ കുറച്ച് A+ പോയിന്റ്സ് ഓർമ്മിച്ച് വെക്കുക എന്നത് വളരെ ക്രൂഷ്യലാണ്. ഇവിടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ദ ഫാമിലി ഹാഡ് മിസ് ജഡ്ജ്ഡ് ഫൂഫി. ഇവിടെ ഫാമിലി ഫൂഫി എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ വർ അൺഅവെയർ ഓഫ് എ ഡിസബിലിറ്റി. കാരണം അവർക്ക് ഫൂഫിയുടെ ഡിസബിലിറ്റിയെ കുറിച്ച്, ഫൂഫി ഡഫ് ആണ് എന്ന ഫാക്റ്റ് അറിയാതെയാണ് അവർ ഫൂഫി എന്ത് ചെയ്തത്? മിസ് ജഡ്ജ് ചെയ്യുന്നത്. പാന്തർ ആക്ടഡ് ആസ് എ ഗൈഡ് ആൻഡ് കമ്പാനിയൻ, അല്ലെ? പാന്തർ ത്രൂ ഔട്ട് ദർ ലൈഫ് ഫൂഫിക്ക് ഒരു ലോയൽ ഗൈഡ് ആയിരുന്നു, ഒരു ലോയൽ കമ്പാനിയൻ ആയിരുന്നു. ആൻഡ് ഇതിൽ നമുക്കൊരു ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഷുഡ് നോട്ട് ജഡ്ജ് സമ്മൺസ് എബിലിറ്റീസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സർക്കംസ്റ്റാൻസസ്. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ എബിലിറ്റിയെ അവരുടെ സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കാതെ, അവരുടെ ട്രൂ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല? ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ unfortunately midway through the story we realized that Fufi had died. So ഈ കഥയുടെ ഒരു മധ്യഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുകയാണ് ഫൂഫി മരിക്കുന്നുണ്ട് എന്ന്. And you might ask, sir, what is the point of reading it further? So പിന്നെ എന്തിനാണ് സർ ഞങ്ങൾ ഈ കഥ ഇനി മുന്നോട്ട് വായിക്കുന്നത്? I'll tell you why. Because we are about to learn, we are about to read an interesting episode, an interesting incident Noah had with Fufi. And that particular incident teaches Trevor Noah an important lesson, a crucial lesson about love and relationship. ലവ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ട്രെവർ നോയെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ഫൂഫിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഫൂഫി ഇൻവോൾവ് ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ഫൂഫി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു, അല്ലെ? ലവ് ഓഫ് മൈ ലൈഫ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. ട്രെവർ നോവ ഫോൺലി റിമെമ്പേഴ്സ് ഫൂഫി, അല്ലേ? ബ്യൂട്ടിഫുൾ ആയിരുന്നു, അവളൊരു സുന്ദരിയായിരുന്നു, ബട്ട് സ്റ്റുപ്പിഡ്, അതുപോലെ സ്റ്റുപ്പിഡും ആയിരുന്നു. ഐ റേസ്ഡ്, ഞാനാണ് അവളെ എന്ത് ചെയ്തത്? റേസ് ചെയ്തത്, ഞാനാണ് അവളെ വളർത്തിയത്. ഐ പോട്ടി ട്രെയിൻ ഹർ. എന്താ പോട്ടി ട്രെയിൻ എന്ന് പറഞ്ഞാൽ? അല്ലേ, ടീച്ച് സമ്മൺ ഹൗ ടു യൂസ് ടോയ്ലറ്റ് പ്രോപ്പർലി. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ പോട്ടി ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പെറ്റ് ഡോഗ്സിനെയും കാറ്റ്സിനെയും ഈവൻ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പോട്ടി ട്രെയിൻ ചെയ്യിക്കാറുണ്ട്. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. അവൾ എൻ്റെ കൂടെ എൻ്റെ ബെഡിലായിരുന്നു കിടന്നത്. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഒരു കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നാണ് ഒരു ഡോഗ് എന്ന് പറയുന്നത്, ഒരു പെറ്റ് ഡോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ബൈസിക്കിൾ വിത്ത് ഇമോഷൻസ്. ഇറ്റ് ഈസ് ലൈക്ക് എ ബൈസിക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. അതൊരു ബൈസിക്കിൾ പോലെയാണ്, എന്നാൽ അതിന് എന്തുകൂടെ അറ്റാച്ച്ഡ് ആണ്? ഇമോഷൻസ് കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, എ ഡോഗ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേമേറ്റ്. ഒരു ഡോഗ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു പ്ലേമേറ്റ് മാത്രമല്ല. നോട്ട് ജസ്റ്റ് എ playmate but an emotional companion. ഓർമ്മിച്ച് വെക്കുക, റൈറ്റ്? ഫൂഫി could do all sorts of trick. ഫൂഫിക്ക് എല്ലാ തരത്തിലുള്ള ട്രിക്സും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ. അവൾക്ക് വലിയ ഹൈറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ജമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫൂഫി കുഡ് ജംപ്. ഫൂഫിക്ക് നന്നായിട്ട് ചാടാൻ പറ്റും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഐ വുഡ് ഹോൾഡ് എ പീസ് ഓഫ് ഫുഡ് ഔട്ട് എബവ് മൈ ഓൺ ഹെഡ് ആൻഡ് ഷീ വുഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. അല്ല, ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലെ ഒരു പീസ് ഓഫ് ഫുഡ് എൻ്റെ ഹെഡ് ഹൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിന് മുകളിൽ എന്ത് ചെയ്യാറുണ്ട്? വെക്കാറുണ്ട്. ആൻഡ് ഷീ വുഡ് ലീപ്പ്. അവൾ എന്ത് ചെയ്യുന്നറിയോ? അവൾ ലീപ്പ് ചെയ്യും. ലീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജംപ് ഹൈ എന്നാണ്, അല്ലെങ്കിൽ ജംപ് ഹൈ ഓർ ജംപ് ഫാർ എന്നാണ് ലീപ്പിന്റെ മീനിങ്, കുതിക്കുക എന്നാണ്. ആൻഡ് ഗ്രാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എടുക്കുക, അല്ലെ? ടേക്ക് ക്വിക്ക്ലി എന്നാണ്. സോ ഗ്രാബ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. അതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ ചീള് കേസ് എന്ന രീതിയിൽ ഫൂഫി എന്ത് ചെയ്യുമായിരുന്നു? ആ പീസ് ഓഫ് ഫുഡ് ഗ്രാബ് ചെയ്യുമായിരുന്നു.
ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൌണ്ട് ദെൻ, ആ കാലത്ത് 1990s സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ ഫോർ ഷുവർ. ഫൂഫി എന്താവുമായിരുന്നു? ഒരു സ്റ്റാർ ആവുമായിരുന്നു, ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആവുമായിരുന്നു എന്നാരും ഓർക്കുകയാണ് ട്രെവർ നോ. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ. ഫൂഫി ഒരു നോട്ടി ആയിട്ടുള്ള ഡോഗ് കൂടെയായിരുന്നു അല്ലെ. റാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടി അല്ലെങ്കിൽ നോട്ടി ആൻഡ് ലവബിൾ എന്നൊക്കെയാണ് മീനിങ്. നമ്മൾ ചെറിയ കുട്ടികളെ കുറിച്ച് പറയാറില്ലേ, അവനൊരു കൊച്ചു തെമ്മാടിയാണ് അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. സെയിം മീനിങ്. ഡ്യൂറിങ് ദ ഡേ വി കെപ്റ്റ് ദ ഡോഗ്സ് ഇൻ ദ ബാക്ക് യാർഡ്. സോ ഡേ ടൈമിൽ ഞാൻ സ്കൂളിൽ പോകുന്ന, അമ്മ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഡോഗ്സിനെ, ഫൂഫിയെയും പാൻഡറിനെയും ഞങ്ങളുടെ വീടിന്റെ പുറകു വശത്ത് ബാക്ക് യാർഡിലായിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. കെട്ടിയൊന്നും ഇടാറില്ല, ബാക്ക് യാർഡിൽ വെക്കും. which was enclosed by a wall at least 5 feet high. And ആ ബാക്ക് യാർഡ് എൻക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്, ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 5 feet അല്ലെ 5 അടി ഹൈറ്റിൽ എന്തിട്ടുണ്ട്? വോൾ ഉണ്ട്. എന്നാൽ ആഫ്റ്റർ എ വൈൽ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് സമയത്തിന് ശേഷം, എവറി ഡേ വി വുഡ് കം ഹോം ആൻഡ് ഫൂഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യും? ഓഫീസിൽ നിന്ന്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫൂഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. ഫൂഫി ഇതുപോലെ ഞങ്ങളെയും കാത്ത് ഗേറ്റിന് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഇതിനെ അകത്ത് അടച്ചിട്ടല്ലേ പോയത്, പക്ഷെ ഇവള് പുറത്ത് വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ടാവും? ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. വെയിറ്റിംഗ് ഫോർ us. We were always confused. We were always puzzled. ഇതെങ്ങനെയാണ് ഞങ്ങൾ അകത്ത് പൂട്ടിയിട്ട് പോയ ഫൂഫി പുറത്ത് വന്നിരിക്കുന്നത്? Was someone opening the gate? ആരെങ്കിലും ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടാവോ? ബിക്കോസ് ഫൂഫി അത്ര സ്മാർട്ട് ആയിട്ടുള്ള ഡോഗൊന്നും അല്ല. അപ്പൊ ആരെങ്കിലും ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടാവോ? What was going on? എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് they have absolutely no idea. And it never occurred to us that. It never occurred to us. എന്താണ് occurred to us എന്ന് പറഞ്ഞാൽ? Came to our mind. Occurred to us എന്ന് പറഞ്ഞാൽ came to our mind. ഒരിക്കലും ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല that she could actually scale a 5-foot wall. അവൾക്ക് യഥാർത്ഥത്തിൽ ഒരു 5-foot wall ജമ്പ് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കരുതി എന്താണ്, ഫൂഫി പാൻഡറിനെ പോലെയൊന്നും അല്ല, ഫൂഫി ഒരു സ്മാർട്ട് ഒന്നും അല്ലാത്ത ഡംബായിട്ടുള്ളൊരു ഡോഗാണ്. So we never thought she could actually scale a 5-foot wall. But that was exactly what was happening. പക്ഷേ എക്സാക്ട്ലി അത് തന്നെയായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നത്. എവ്രി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ us. ശ്രദ്ധിച്ചോളേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവാണ്. എവ്രി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ us to leave. ഞങ്ങൾ പോകാൻ വേണ്ടി എല്ലാ ദിവസവും ഫൂഫി രാവിലെ കാത്തു നിൽക്കും. ജംപ് ഓവർ ദ വോൾ, എന്നിട്ട് എന്ത് ചെയ്യും? വോൾ ചോടി കിടക്കും. ആൻഡ് ഗോ റോമിങ് അറൌണ്ട് ദ നെയ്ബർഹുഡ്, എന്നിട്ട് എന്ത് ചെയ്യും? നെയ്ബർഹുഡ്, ചുറ്റുവട്ടത്തൊക്കെ എന്ത് ചെയ്യും? റോം ചെയ്യും. റോം ചെയ്യാന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വോക്ക് അറൌണ്ട് ഫ്രീലി. സോ നമുക്ക് ഫൂഫിയെ കുറിച്ച് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവാണ്. ഫൂഫി ഇവർ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഡംപ് ഒന്നുമല്ല. ഫൂഫി വളരെ എനർജറ്റിക് ആയ, അഡ്വഞ്ചറസ് ആയ, ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ഒരു ഡോഗാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്കൂ, I caught her one day when I was home for the school holidays. സോ ഒരു ദിവസം ഞാൻ സ്കൂൾ ഹോളിഡേയ്സിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഐ കോട്ട് ഹർ, ഞാൻ അവളെ കയ്യോടെ പിടിച്ചു. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക് ആൻഡ് ഐ വാസ് ഇൻ ദ ലിവിംഗ് റൂം. എൻ്റെ അമ്മ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഫൂഫി ഡിഡ്ന്റ് നോ ഐ വാസ് ദർ. എന്നാൽ ഫൂഫിക്ക് അറിയില്ലായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഷീ തോട്ട് ഐ വാസ് ഗോൺ. അവൾ വിചാരിച്ചെന്താ, ഞാൻ പോയി എന്നുള്ളതാണ്. ബിക്കോസ് ദ കാർ വാസ് ഗോൺ. അങ്ങനെയാണ് ഫൂഫി എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. കാരണം ബാക്ക് യാർഡിൽ നിൽക്കുന്ന ഫൂഫി എന്ത് ചെയ്യും? മുന്നോട്ട് നോക്കിയാൽ ആ കാറ് പോകുന്നത് ഫൂഫി കാണാറുണ്ട്. അപ്പോൾ ഫൂഫി വിചാരിക്കും ശരി, നോയും മദറും പോയിട്ടുണ്ട്. ദെൻ ഐ ഹേർഡ് പാന്തർ ബാർക്കിംഗ് ഇൻ ദ ബാക്ക് യാർഡ്. ആ സമയത്താണ് ഞാൻ പാന്തർ പുറകുവശത്ത് നിന്ന് കുരയ്ക്കുന്നത്, ബാർക്ക് ചെയ്യുന്നത് കേട്ടത്. ലുക്ക്ഡ് ഔട്ട് ആൻഡ് there was ഫൂഫി. ഞാൻ പുറത്തേക്ക് നോക്കി, അവിടെ അതാ ഫൂഫി നിൽപ്പുണ്ട്. Scaling the wall. What was she doing? She was scaling the wall. She was climbing the wall. അവള് ആ വോളിൽ അള്ളി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. She had jumped. അവള് ആദ്യം എന്ത് ചെയ്തു? ഒരു ഹൈറ്റ് ചാടി. She had jumped and scampered up. എന്താണ് scampered up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Scampered എന്ന് പറഞ്ഞാൽ walk with light steps എന്നാണ് നമ്മൾ പറയില്ല. അതായത് ഫൂഫി ഒരു ഹൈറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ചാടുന്നുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് എന്ത് ചെയ്യുന്നു? കയറുന്നു അല്ലെ. സ്കാംബേർഡ് അപ്പ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഫീറ്റ് ആൻഡ് ദെൻ ഷി വാസ് ഗോൺ. അവള് കയറി, പിന്നെ അവള് കാണുന്നില്ല. ഷി വാസ് ഗോൺ.
I couldn't believe what was happening. എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. I ran out front, grabbed my bicycle and followed her. ഞാൻ എന്ത് ചെയ്തു? നേരെ ഫ്രണ്ടിലേക്ക് പോയി എൻ്റെ ബൈസിക്കിൾ എന്ത് ചെയ്തു? ഗ്രാബ് ചെയ്തു. ഇവിടെ എന്താണ്? വേഗത്തിലെടുത്തു എന്നുള്ള അർത്ഥമാണ്. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ took quickly എന്നാണ്. ആൻഡ് ഫോളോഡ് ടു സീ വേർ ഷി വാസ് ഗോയിങ്. അമ്പടെ കള്ളി, അങ്ങനെ നീ അങ്ങനെ എവിടേക്കാണ് ഒളിച്ചു പോകുന്നത് എന്നെനിക്കൊന്ന് കാണണം എന്ന രീതിയിൽ അവളെ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. ശ്രദ്ധിച്ചോളേ. ഷീ വെന്റ് എ ലോങ് വേ. അവള് ഒരുപാട് ദൂരം എന്ത് ചെയ്തിരിക്കുന്നു? മുന്നോട്ട് പോയിരിക്കുന്നു. മെനി സ്ട്രീറ്റ്സ് ഓവർ, ഒരുപാട് തെരുവുകൾ, സ്ട്രീറ്റ്സ് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാസ് ചെയ്തിട്ടുണ്ട്. ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്. ഞങ്ങളുടെ തന്നെ ഈ നെയ്ബർഹുഡിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് അവള് പോയത്. Then she went up, ശ്രദ്ധിച്ചോണേ. Then she went up to this other house. പിന്നീട് അവൾ എന്ത് ചെയ്തു? ഈ ഒരു മറ്റൊരു വീടിന്റെ അടുത്തേക്ക് പോയി, ഒരു അതർ ഹൗസ്, മറ്റൊരു വീടിന്റെ അടുത്തേക്ക് പോയി. ആൻഡ് ജംപ്ഡ് ഓവർ ദർ വോൾ. അവരുടെ വോൾ എന്ത് ചെയ്യുന്നു? ചാടി കിടക്കുന്നു. ആ വീടിന്റെ മതിൽ ചാടി കിടക്കുന്നു. ആൻഡ് ഇൻ ടു ദർ ബാക്ക് യാർഡ്. എന്നിട്ട് അവരുടെ വീടിന്റെ പിറകു വശത്തേക്ക്, ബാക്ക് യാർഡിലേക്ക് പോകുന്നു. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഫൂഫിക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ആക്ട്, ഈ ഒരു പ്രവൃത്തി പരിചയമുണ്ട്. ഫൂഫി ആദ്യമായിട്ടല്ല ഈ വീട്ടിലേക്ക് വരുന്നത്, ആ വോൾ ചാടിക്കിടന്ന് അവരുടെ ബാക്ക് യാർഡിലേക്ക് പോകുന്നത്. ഫൂഫി റെഗുലറായിട്ട് ഈ വീട്ടിലേക്ക് വരാറുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നോക്കിക്കോളേ. What the hell was she doing? അവൾ എന്തായി ചെയ്യുന്നത്? What the hell was she doing? I went up to the gate and rang the doorbell. ഞാൻ നേരെ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഡോർ ബെല്ല് റിങ് ചെയ്തു. റാങ് എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. എ കിഡ് ആൻസേർഡ്. അങ്ങോട്ടേക്ക് ആര് വരികയാണ്? ഒരു കിഡ് വരികയാണ്, ഒരു ചെറിയ ചെക്കൻ വരികയാണ്. നോയുടെ അത്രയും ഉള്ള ഒരു ചെക്കൻ വരികയാണ്. May I help you? He said. May I help you? ഞാൻ നിങ്ങളെ എന്തെങ്കിലും സഹായിക്കണോ? അപ്പൊ ട്രെവർ പറയാണ്, Yeah, my dog is in your yard. അതെ, എൻ്റെ ഡോഗ് നിങ്ങളുടെ യാർഡിലുണ്ട്, എൻ്റെ ഫൂഫി നിങ്ങളുടെ യാർഡിലുണ്ട്. What? ആ ചെക്കൻ ചോദിക്കുകയാണ്, എന്ത്? My dog, she's in your yard. എൻ്റെ ഡോഗ് അവൾ നിങ്ങളുടെ യാർഡിലുണ്ട് എന്ന് ട്രെവർ പറയുന്നു. ഫൂഫി walked up and stood between us. ശ്രദ്ധിച്ചോളേ. ഫൂഫി ഇത് കേട്ടോണ്ടല്ല, ഇത് കണ്ടുകൊണ്ട് ഫൂഫി എന്ത് ചെയ്യണം? ഇങ്ങനെ കുടുങ്ങി നടന്നു വന്ന് അവരുടെ രണ്ടുപേരുടെ നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരൊറ്റ സെന്റൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫൂഫി ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. ഫൂഫിക്ക് ട്രെവറിനെ പരിചയമുള്ളതുപോലെ തന്നെ ആരെയും പരിചയമുണ്ട്? ഈ ബോയെയും പരിചയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ ഫൂഫി ഈ ഫാമിലി വിസിറ്റ് ചെയ്യാറുണ്ട്. ഡേ ടൈമിൽ ഫൂഫി മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഫൂഫിക്ക് ഇവരെ പരിചയമുണ്ട്. ഫൂഫി ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നോക്കിക്കോളെ. Fufi, come, I said. Let's go. Fufi, വാ, നമുക്ക് പോവാം എന്ന് ട്രെവർ പറയുന്നു. The kid looked at Fufi and called her by some other stupid name. ആ കിഡ് ഫൂഫിയെ നോക്കി വേറെ എന്തോ ഒരു സ്റ്റുപ്പിഡ് നെയിം എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. സ്പോട്ടി, നീ അകത്തേക്ക് പോ. ആ കുട്ടി ഫൂഫി എന്താ വിളിക്കുന്നത്? സ്പോട്ടി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മുടെ ഫൂഫിയെ നേരത്തെ പരിചയമുണ്ട്. ഫൂഫി ദിവസവും രാവിലെ ഇവിടെ വരാറുണ്ട്, വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാറുണ്ട്. ആൻഡ് ആ കുട്ടി ആ ഡോഗിനെ വിളിക്കാറ് സ്പോട്ടി എന്നാണ്. നമ്മുടെ ഫൂഫി ഡംപാണ്. സോ അവക്ക് ഫൂഫി എന്ന് വിളിച്ചാലും സ്പോട്ടി എന്ന് വിളിച്ചാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ കുട്ടിക്ക് നേരത്തെ നമ്മുടെ ഫൂഫിയെ പരിചയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ട്രെവറിനോ പറയാണ്, അവൻ എൻ്റെ ഫൂഫി വേറെന്തോ ഒരു സ്റ്റുപ്പിഡ് നെയിമാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സ്പോട്ടി. ഇത് കേട്ടപ്പോൾ ആര് ട്രിഗർ ആവുകയാണ്? ട്രെവറിനോ ട്രിഗർ ആവുകയാണ്. വോ സ്പോട്ടി, ദാറ്റ്സ് ഫൂഫി. ഓ ഫൂഫി, സോറി, ഓ സ്പോട്ടി, അതെന്റെ ഫൂഫിയാണ്. നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. അല്ലല്ല, അത് എൻ്റെ ഡോഗ് സ്പോട്ടിയാണ് എന്ന് ആ കുട്ടി ആർഗ്യൂ ചെയ്യാണ്. നോ, ദാറ്റ്സ് മൈ ഫ്രണ്ട് ഫൂഫി. നോ, അത് എൻ്റെ ഫ്രണ്ട് ഫൂഫിയാണ് എന്ന് ആര് പറയുന്നു? ട്രെവറിനോ പറയുന്നു. നോ, ദിസ് ഈസ് സ്പോട്ടി. അല്ല, ഇത് സ്പോട്ടിയാണ് എന്ന് ചെക്കൻ പറയുന്നു. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഇതെങ്ങനെയാ സ്പോട്ടി ആവാൻ പറ്റുക? ഷീ ഡസന്റ് ഈവൻ ഹാവ് സ്പോർട്സ്. അല്ല, അവളുടെ ശരീരത്തിൽ ഒരു സ്പോർട്സ് പോലും ഇല്ല. യു ഡോണ്ട് നോ വാട്ട് യു ടോക്കിംഗ് അബൌട്ട്. നീ എന്താ സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല ചെക്ക എന്ന് ആര് ചോദിക്കുകയാണ്? ട്രെവറിനോ ചോദിക്കുകയാണ്. ദിസ് ഈസ് സ്പോട്ടി, ഫൂഫി, സ്പോട്ടി, ഫൂഫി. സോ ദേ കെപ്റ്റ് ആർഗ്യൂയിങ്. അവർ എന്ത് ചെയ്യാണ്? അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ്, സിൻസ് ഫൂഫി വാസ് ഡെഫ്, ഷീ ഡിഡ്ന്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. ഫൂഫിക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് ഫൂഫി സ്പോട്ടി വിളിക്കോ അല്ലെങ്കിൽ ഫൂഫി വിളിക്കോ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല, പ്രതികരിച്ചില്ല. ഷീ ജസ്റ്റ് സ്റ്റുഡ് ദേർ. I started cursing the kid out. അവള് ചുമ്മാ അവിടെ നിന്നു.
ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ കിഡിനെ സ്കേഴ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അല്ലെ, പ്രാകാൻ വേണ്ടി തുടങ്ങി. എന്താണ്? ഗിവ് മീ ബാക്ക് മൈ ഡോഗ്. എൻ്റെ ഡോഗിനെ തിരിച്ചു തന്നോ കേട്ടോ, എൻ്റെ ഡോഗിനെ തിരിച്ചു തന്നോ. ഐ ഡോണ്ട് നോ ഹൂ യു ആർ. നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയില്ല, നീ ആരാന്ന് എനിക്ക് അറിയില്ല. ഹി സെഡ് ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. നിനക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ആ ചെക്കൻ എന്ത് ചെയ്തു? നമ്മുടെ നോയനെ വാൺ ചെയ്തു. Then he went into the house and got his mom and she came out. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അകത്തേക്ക് പോയി അമ്മയെ വിളിച്ചു വരുന്നു. അമ്മ പുറത്തേക്ക് വരുന്നു. What do you want? അല്ലേ, അവൾ ചോദിക്കുകയാണ്, What do you want? That's my dog. അത് എൻ്റെ ഡോഗാണ്. This is our dog. Go away. ഇത് ഞങ്ങളുടെ ഡോഗാണ്, നീ ഇവിടെ പോയിക്കോ. I started crying. So ട്രെവറിനോ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? കരയാൻ തുടങ്ങുകയാണ്. Why are you stealing my dog? നിങ്ങൾ എന്തിനാ എൻ്റെ ഡോഗിനെ കട്ടെടുക്കുന്നത് എന്ന് ട്രെവറിനോ ചോദിക്കുന്നു. ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബെഗ്ഡ് ഹർ. ഞാൻ ഫൂഫിയുടെ നേരേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഫൂഫിയോട് ഞാൻ ബെഗ് ചെയ്യാണ്. എന്ത്? ഫൂഫി, why are you doing this to me? Why are you doing this to me? Right? I begged her to come. ഞാൻ അവളോട് വരാൻ വേണ്ടി യാചിച്ചു. ഫൂഫി വാസ് ഡം ടു മൈ പ്ലീസ്. എന്നാൽ ഫൂഫി എൻ്റെ പ്ലീസിനോട് ഡംപായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ she was unable. Okay, she was unable to hear his cries. Unable to hear his cries. And ഇവിടെ വളരെ ഹ്യൂമറസ് ആയിട്ട് ഒരു ഫ്രേസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവറിത്തിങ് എൽസ്. എന്താണ് ഈ ആൻഡ് എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ? അതായത് അവള് മനഃപൂർവ്വം ഇന്റൻഷനലി ട്രെവർ പറയുന്നത് കേൾക്കാതിരിക്കുന്നതല്ല. പിന്നെയോ ഷി വാസ് ഡം ടു എവറിത്തിങ് എൽസ്. ഷി വാസ് ഡഫ് ടു എവറിത്തിങ് എൽസ്. അല്ലെ, അവൾ എല്ലാ കാര്യത്തിലും ഡഫാണ്. എന്ന് വെച്ചാൽ അവൾക്ക് ആര് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാൻ വേണ്ടി പറ്റില്ല. നോക്കൂ, I jumped onto my bike and raced home. ഞാൻ എൻ്റെ ബൈസിക്കിലേക്ക് ചാടി കയറി വീട്ടിലേക്ക് റേസ് ചെയ്തു, വേഗത്തിൽ കുതിച്ചു. ടീയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. എൻ്റെ കണ്ണുനീരിങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ടായിരുന്നു. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്. ഞാൻ ഫൂഫി ഒരുപാട് സ്നേഹിച്ചിരുന്നു. ടു സീ ഹർ വിത്ത് അനദർ ബോയ്. അവളെ മറ്റൊരു ആൺകുട്ടിയുമായി കാണുന്നത്. ആക്ടിങ് ലൈക്ക് ഷി ഡിഡ്ന്റ് നോ മീ. അവൾക്ക് എന്നെ അറിയില്ല എന്ന് അഭിനയിക്കുന്നത്. ആഫ്റ്റർ ഐ റേസ്ഡ്, അല്ലെ, ഞാൻ അവളെ വളർത്തിയിട്ട്, അല്ലെ, ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച രാത്രികളൊക്കെ ഉണ്ടായിട്ടും അവൾ എന്നെ അറിയില്ല എന്ന് നടിക്കുന്നത്. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. സോ ദ യങ് ട്രെവർ couldn't tolerate the fact that Fufi is loving somebody else other than him. അവനെ അല്ലാതെ വേറൊരു ആൺകുട്ടിയെ കൂടെ ഫൂഫിക്ക് ഇഷ്ടമാണ് എന്നറിയുന്നത് ആർക്ക് സഹിക്കാൻ പറ്റുന്നില്ല? ട്രെവറിനോക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സോ ട്രെവർ, the young Trevor is heartbroken. Right. That evening Fufi didn't come home. അന്ന് രാത്രി ഫൂഫി വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഒബിയസ് ആണ്. കാരണം ഈ ചെക്കൻ ട്രെവർ ഫൂഫിയെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? വീട്ടിൽ പൂട്ടിയിട്ടുണ്ടാവും. നോക്കൂ, ബിക്കോസ് ദ അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദർ ഡോഗ്. ബിക്കോസ് അവർ വിചാരിച്ച് ഞാൻ അവരുടെ പട്ടി അത് എൻ്റെ ഡോഗാണ്, അവർ വിചാരിക്കുന്നത് അവരുടെ ഡോഗാണെന്നാണ്. അതിനെ സ്റ്റീൽ ചെയ്യാൻ വരും, കക്കാൻ വരും, മോഷ്ടിക്കാൻ വരും. ദേ ഹാഡ് ഡിസൈഡഡ് ടു ലോക്ക് ഹർ ഇൻസൈഡ്. അവളെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അകത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ ഷീ കുഡന്റ് മേക്ക് ഇറ്റ് ബാക്ക്. അവൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയില്ല. ദ വേ ഷീ നോർമലി ഡിഡ് ടു വെയിറ്റ് ഫോർ us outside the house. അല്ലെ, ദിവസവും ഞങ്ങളെ വൈകുന്നേരം വീട്ടിൽ കാത്തു നിൽക്കുന്നത് പോലെ, അതുപോലെ അന്ന് വൈകുന്നേരം തിരിച്ചു വരാൻ അവൾക്ക് പറ്റിയില്ല. നോക്കൂ, മൈ മോം ഗോട്ട് ഹോം ഫ്രം വർക്ക്. എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഐ വാസ് ഇൻ ടീയേഴ്സ്. ഐ വാസ് ക്രൈയിങ്. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. ഐ ടോൾഡ് ഹർ ഫൂഫി ഹാഡ് ബീൻ കിഡ്നാപ്പ്ഡ്. അമ്മ, നമ്മുടെ ഫൂഫി വേറൊരു ഫാമിലി എന്ത് ചെയ്തു? കിഡ്നാപ്പ് ചെയ്തു എന്ന ഇൻഫർമേഷൻ ഞാൻ ആർക്ക് പാസ് ചെയ്തു? അമ്മയ്ക്ക് കൊടുത്തു. വി വെന്റ് ബാക്ക് ടു ദ ഹൗസ്. മൈ മോം റാങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ ബെല്ല് റിങ് ചെയ്തു. ആൻഡ് എൻ്റെ അമ്മ ആ മദറിനെ, അല്ലെ, അതർ ബോയുടെ മദറിനെ എന്ത് ചെയ്തു? കൺഫ്രണ്ട് ചെയ്തു. എന്താണ് കൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞാൽ മെറ്റ് സമ്മൺ ടു ക്വസ്റ്റ്യൻ ഓർ ചാലഞ്ച്. ഒരാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ വേണ്ടി കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? കൺഫ്രണ്ട് എന്ന് പറയാം. ഇവിടെ നോക്കൂ, ലുക്ക്, ദിസ് ഈസ് അവർ ഡോഗ്. നോക്കൂ, ഇത് ഞങ്ങളുടെ ഡോഗാണ് എന്ന് ട്രെവറിന്റെ മദർ പറയുന്നു. ദിസ് ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്. ആ പെണ്ണുപിള്ള എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞു.
ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്, വി ബോട്ട് ദിസ് ഡോഗ്. ഇത് നിങ്ങളുടെ ഡോഗൊന്നും അല്ല, ഇത് ഞങ്ങൾ വാങ്ങിച്ച ഡോഗാണ്. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ലേഡി പറഞ്ഞതിൽ ഒരു കളവുണ്ട്. അവരുടെ ഡോഗായിട്ട് കുറച്ച് കാലം അവർ നോക്കിയിട്ടുണ്ടാകും. കാരണം എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫൂഫി എവിടെ വരാറുണ്ട്, അവരുടെ വീട്ടിൽ വരാറുണ്ട്. പക്ഷേ വാങ്ങിയതാണ്, പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കളവാവാനാണ് സാധ്യത. യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്, ഇറ്റ് ഈസ് അവർ ഡോഗ്. നിങ്ങൾ ഈ ഡോഗിനെ മേടിച്ചൊന്നുമല്ല, കാരണം ഇത് ഞങ്ങളുടെ ഡോഗാണ് എന്ന് ആര് ആർഗ്യൂ ചെയ്യാണ്? ട്രെവേഴ്സ് മദർ. They went back and forth. Back and forth എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. സോ ഇവിടെ went back and forth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they kept arguing എന്നാണ്. went back and forth എന്ന് പറഞ്ഞാൽ അവർ ആർഗ്യൂ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരുന്നു. This woman wasn't budging. ഈ സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? ഒരണു അങ്ങോട്ട് മാറുന്നില്ല. ബഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ്, അവർ പറഞ്ഞ കാര്യം മാറുക അല്ലെ, ചേഞ്ചിങ് ഒപ്പീനിയൻ. അവർ പറയുന്ന ഒപ്പീനിയൻ അവർ എന്ത് ചെയ്യുന്നില്ല? മാറ്റുന്നേ ഇല്ല. സോ വി വെന്റ് ഹോം ടു ഗെറ്റ് എവിഡൻസ്. സോ ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ നേരെ എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാ? എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിക്ചേഴ്സ് ഓഫ് us വിത്ത് ദ ഡോഗ്സ്, സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വെറ്റ് അല്ലെ. ഞങ്ങളും ഡോഗ്സുമായിട്ടുള്ള പിക്ചേഴ്സ്, വെറ്റ് അല്ലെങ്കിൽ ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ഞങ്ങൾ പ്രൂഫായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I was crying the whole time. ആ മുഴുവൻ സമയവും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മൈ മോം വാസ് ലൂസിങ് ഹർ പേഷ്യൻസ് വിത്ത് മീ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നോടുള്ള ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പേഷ്യൻസ്. സ്റ്റോപ്പ് ക്രൈങ്, വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. നീ കരച്ചിൽ നിർത്ത്, നമ്മൾ നമ്മുടെ ഡോഗിനെ തിരിച്ചു പിടിക്കും. കാം ഡൗൺ, റിലാക്സ്. വി ഗാതേർഡ് അപ്പ് അവർ ഡോക്യുമെന്റേഷൻ. സോ ഞങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ എന്ത് ചെയ്തു? ഗാതേർഡ് അപ്പ്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ പേപ്പേഴ്സ് എന്നാണ്. ഗാതേർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കളക്റ്റഡ് എന്നാണ്. ആൻഡ് വെൻ ബാക്ക് ടു ദ ഹൗസ്. എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരിച്ചുപോയി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് us. ഇത്തവണ ഞങ്ങൾ പാന്തറിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആസ് പാർട്ട് ഓഫ് പ്രൂഫ്, ഒരു പ്രൂഫിന്റെ ഭാഗമായിട്ടാണ്. മൈ മോം ഷോഡ് ദിസ് ലേഡി ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെറ്റ്. സോ ആ ലേഡിക്ക് അമ്മ വെറ്റിന്റെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷനും പിക്ചേഴ്സും ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ടും സ്റ്റിൽ ഷീ വുഡൻ ഗിവ് us ഫൂഫി. ഇപ്പോഴും അവർ ഫൂഫിയെ ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല. ഫൈനലി മോം സെഡ്. സോ വേറെ ഒരു നിവൃത്തിയുമില്ല, അത് വേറെ രക്ഷയുമില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഓക്കെ, ഐ വിൽ ഗിവ് യു 100 rand. ഞാൻ നിങ്ങൾക്ക് ഒരു 100 rand കൂടെ തരാം. ഇത്രയും അല്ലെ പ്രൂഫൊക്കെ തന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഡോഗിനെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല. ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു 100 rand കൂടെ തരാം. റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ആഫ്രിക്കൻ കറൻസിയാണ്. ഫൈൻ, ദ ലേഡി സെഡ്. ശരി, അങ്ങനെയാണെങ്കിൽ തരാം. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫൂഫി മോർണിംഗിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ ഈ ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫാമിലിയെ ഫൂഫിക്ക് വളരെ ഇഷ്ടമാണ്. അതേ സമയത്ത് ട്രെവറിന്റെ ഫാമിലിയും ഫൂഫിക്ക് ഒരുപോലെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ഈ ലേഡി എന്താ ചെയ്യുന്നത്? അവർ വാങ്ങിയ പട്ടിയാണ്, വാങ്ങിയ ഡോഗാണ് എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 100 rand കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഫൂഫി അങ്ങ് തരാം എന്ന് സമ്മതിച്ചപ്പോൾ അവർ വാങ്ങിയതല്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുകയാണ്. ഇനി മോം ഗേവ് ഹർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫൂഫി ഔട്ട്. സോ അമ്മ കുറച്ച് പണം അവർക്ക് നൽകി, അവർ ഫൂഫിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ദിസ് അതർ കിഡ് ഹു തോട്ട് ഫൂഫി വാസ് സ്പോട്ടി. സോ നമ്മുടെ ആ മറ്റേ കുട്ടിയുണ്ടല്ലോ, ഫൂഫി സ്പോട്ടിയാണ്, ഫൂഫി തൻ്റെ സ്വന്തം പട്ടിയാണ് എന്ന് വിശ്വസിച്ച ആ കുട്ടിയുണ്ടല്ലോ. കാരണം ആ കുട്ടി കളവ് പറയായിരുന്നില്ല. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഡോഗ് അല്ലെ, ഫൂഫി എന്ന് നമുക്കറിയുന്ന ഡോഗ് അവൻ്റെ വീട്ടിൽ വരാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അവൻ അവളെ സ്പോട്ടി എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് had to watch his mother sell the dog he thought was his. അവൻ്റേതാണ് എന്ന് വിചാരിച്ച ആ ഡോഗിനെ അവൻ്റെ അമ്മ പൈസയ്ക്ക് വിൽക്കുന്നത് കണ്ടപ്പോൾ അവന് വലിയ സങ്കടമായി. Now he started crying. ഇപ്പൊ അവൻ കരയാൻ തുടങ്ങി. എങ്ങനെ? സ്പോട്ടി, നോ മോം, ഡോണ്ട് സെൽ സ്പോട്ടി. ഇല്ല അമ്മ, സ്പോട്ടി വിൽക്കരുത് എന്ന് അവൻ കരയാൻ തുടങ്ങി. I didn't care. I just wanted ഫൂഫി back. എനിക്കതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി എന്ന രീതിയിൽ അത്രമേൽ മെച്ചൂർഡ് അല്ലാത്ത ട്രെവറിനോ പറയണം, എനിക്ക് അവൻ കരയുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഫൂഫിയെ തിരിച്ചു കിട്ടി. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളാം. Once ഫൂഫി saw panther, she came right away. ഇപ്പോൾ പാന്തറിനെ കാണുകയാണ് ആര്? ഫൂഫി. നേരത്തെ ട്രെവറിനെ കണ്ടപ്പോൾ ഫൂഫി ഇത്രയും എക്സൈറ്റഡ് ആയിരുന്നില്ല. പക്ഷെ പാന്തറിനെ കണ്ടപ്പോൾ ഫൂഫി ഓടിപ്പാഞ്ഞ് വരികയാണ്. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് us ആൻഡ് വി വാക്ക്ഡ്. സോ ഡോഗ്സ് ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങൾ നടന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫൂഫിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതാരാണ്? അത് പാന്തറാണ്. ബിക്കോസ് പാന്തറിനോട് അത്രമേൽ ഇമോഷണലി കണക്റ്റഡ് ആണ് നമ്മുടെ ഫൂഫി.
ഐ സോബ്ഡ് ദ ഹോൾ വേ ഹോം. വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സോബ് ചെയ്തു, ഞാൻ വിതുമ്പി കരഞ്ഞു. സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൺ. ഇപ്പോഴും ഞാൻ എന്താണ്, എൻ്റെ ഹൃദയം തകർന്ന് കിടക്കുവാണ്. മൈ മോം ഹാഡ് നോ ടൈം ഫോർ വൈനിങ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ വൈനിങ്ങിന് അല്ലേ സമയം ഉണ്ടായിരുന്നില്ല. എന്താണ് വൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ക്രൈയിങ് ഓർ കംപ്ലൈനിങ് എന്നാണ്. ഇതിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഓരോ വേർഡ്സ് ഉണ്ടാവും, അതൊന്ന് ആലോചിക്കുക. കണ്ടിന്യൂസ്ലി ക്രൈയിങ് ഓർ കംപ്ലൈനിങ് എന്നാണ് വൈനിങ്. സോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വൈനിങ്ങിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് ചെക്ക കരയുന്നത്? ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. കാരണം ഫൂഫിക്ക് വേറൊരു ആൺകുട്ടീനെ ഇഷ്ടമാണ്. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? അതെന്തിനാണ് നിന്നെ ഹേർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിഡ്ന്റ് കോസ്റ്റ് യു എനിത്തിങ്. ഇത് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഫൂഫി ഈസ് ഹിയർ. ഫൂഫി ഇത് എവിടെ ഉണ്ട്. ഷീ സ്റ്റിൽ ലവ്സ് യു. അവൾക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. ഷീ സ്റ്റിൽ യുവർ ഡോഗ്. അവൾ ഇപ്പോഴും നിന്റെ ഡോഗ് തന്നെയാണ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. ഡോണ്ട് ബി അപ്സെറ്റ് അബൌട്ട് ദാറ്റ്. അല്ലേ, ഗെറ്റ് ഓവർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി അപ്സെറ്റ് അബൌട്ട് ദാറ്റ്. നോക്കൂ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ കൃത്യമായി നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം. ബിക്കോസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. അത് ഞാനിവിടെ A+ പോയിന്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചാപ്റ്ററിലെ ചില ഭാഗങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് A+ പോയിന്റുകൾ കൂടെ ഞാൻ പഠിപ്പിച്ചു തരും. നോക്കൂ, ട്രെവേഴ്സ് സാഡ്നെസ് കംസ് ഫ്രം ജെലസി. ട്രെവറിൻ്റെ സാഡ്നെസ്, ട്രെവറിൻ്റെ സങ്കടം വരുന്നത് ജെലസിയിൽ നിന്നാണ്, അസൂയയിൽ നിന്നാണ്. നോട്ട് ഫ്രം ലൂസിങ് ഫൂഫി. അവന് സഹിക്കാൻ പറ്റാത്തത് അവനെ കൂടാതെ വേറൊരു ആൺകുട്ടിയെ കൂടെ, വേറൊരു ഫാമിലിയെ കൂടെ ഫൂഫി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവാണ്, എന്ന റിയലൈസേഷനാണ്. ട്രെവേഴ്സ് മദർ ഗീവ്സ് എ പ്രാക്ടിക്കൽ ലെസൺ അബൌട്ട് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇവിടെ ട്രെവറിൻ്റെ അമ്മ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെസൺ ലവിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് തരുന്നുണ്ട്. എന്താണ് ആ ലെസൺ? ഓർമ്മിച്ച് വെക്കുക. ദ പാസേജ് ഷോസ് ദാറ്റ്, അല്ലെങ്കിൽ ലവ് ക്യാൻ ബി ഷെയർഡ് വിത്തൗട്ട് ബീങ് ഡിമിനിഷ്ഡ്. അല്ലെ, ഡിമിനിഷ് ചെയ്യപ്പെടാതെ, കുറയാതെ തന്നെ ലവ് എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹം എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. ലവ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഡിക്രീസസ് വെൻ ഇറ്റ് ഷെയർഡ്. ഷെയർ ചെയ്യുമ്പോൾ കുറയുന്ന, ഡിക്രീസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ലവ് എന്ന് പറയുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി ഇവിടെയുണ്ട്. ഓക്കെ, ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. സോ ഇവിടെ ട്രെവർ നോവ വളരെ ഹ്യൂമറസ് ആയ രീതിയിൽ പറയാണ്, ഫൂഫി എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. നോ വൺ ഹാസ് എവർ ബിട്രേഡ് മീ മോർ ദാൻ ഫൂഫി. ഫൂഫി എന്നെ ബിട്രേ ചെയ്തതുപോലെ, ചതിച്ചതുപോലെ, വഞ്ചിച്ചതുപോലെ വേറെ ആരും എന്നെ എന്ത് ചെയ്തിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. സോ ബിട്രേഡ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നാണ്. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. എന്നാൽ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു എപ്പിസോഡ് എനിക്ക് ഒരു വാല്യുബിൾ ലെസൺ കൂടെയായിരുന്നു, ഒരു വലിയ പാഠം കൂടെയായിരുന്നു എന്ന് ട്രെവർ നോ ഓർക്കുന്നു. സോ ദിസ് ഈസ് ദ പാർട്ട് വേർ ദ സ്റ്റോറി ടീച്ചേഴ്സ് us എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. നോക്കൂ, ദ ഹാർഡ് തിങ് വാസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫൂഫി വാസൻ ചീറ്റിംഗ് ഓൺ മീ. സോ എനിക്ക് ദ ഹാർഡ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫൂഫി വാസൻ ചീറ്റിംഗ് ഓൺ മീ വിത്ത് അനദർ ബോയ്. ഫൂഫി മറ്റൊരു ബോയുമായിട്ട് എന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നില്ല. ഓക്കെ, എനിക്കറിയാം അത് സത്യമായിരുന്നു എന്നുള്ളത്. But it was very difficult for me to understand that fact. It was very difficult for me to digest that fact. നോക്കൂ, she was merely living her life to the fullest. നോക്കൂ, ഇവിടെ 2 വേർഡ്സ് ഉണ്ട്. ഒന്ന് merely എന്ന് പറഞ്ഞാൽ ഓൺലി. ഇനി living her life to the fullest, live life to the fullest എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ live life completely എന്നാണ്. അവളുടെ ലൈഫ് എൻജോയ് ചെയ്യായിരുന്നു, അവളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു, അവളുടെ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ആൻഡ് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ത്, എന്നെ മാത്രമേ അവൾ സ്നേഹിക്കാവൂ എന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ലവ് എന്ന് പറയുന്നത് പൊസസീവായ ഒരു കാര്യമല്ല. ലവ് ക്യാൻ ബി ഷെയർഡ് ഈവൻ വിത്തൗട്ട് ബീങ് ഡിസ്ലോയൽ ആവാതെ തന്നെ ലവ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. until I knew that she was going out on her during the day. അതായത് അവിടെ കഴിഞ്ഞ് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെകളിൽ ഡേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫാമിലിയിൽ പോകാറുണ്ട്, അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാൻ അറിയുന്നത് വരെ her other relationship hadn't affected me. അവളുടെ ആ റിലേഷൻഷിപ്പ് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫൂഫി had no malicious intent. ഫൂഫിക്ക് ഒരു മാലീഷ്യസ് ആയിട്ടുള്ള, അല്ലെ, മാലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസിങ് ഹാം ഓർ ഡേഞ്ചർ എന്നാണ്. കോസിങ് ഹാം ഓർ ഡേഞ്ചർ എന്നാണ്.
ആൻഡ് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം എന്നാണ്. സോ മാലീഷ്യസ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദുരുദ്ദേശവും ആർക്ക് ഉണ്ടായിരുന്നില്ല? ഫൂഫിക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് റിമെമ്പർ ദീസ് പോയിന്റ്സ്. ഫൂഫീസ് ബിഹേവിയർ ടീച്ചസ് ട്രെവർ ദാറ്റ് ട്രൂ ലവ് ഇസ് നോട്ട് പൊസസീവ്. ഫൂഫിയുടെ ബിഹേവിയർ ട്രെവറിനെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? ട്രൂ ലവ് എന്ന് പറയുന്നത് പൊസസീവ് അല്ല. ട്രൂ ലവിൽ എന്തുണ്ടായിരിക്കണം? ഫ്രീഡം ഉണ്ടായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. someone can love more than one person without being disloyal. ഡിസ്ലോയൽ ആവാതെ തന്നെ ഒരാൾക്ക് ഒന്നിലധികം ആളുകളെ സ്നേഹിക്കാൻ പറ്റും, ഇഷ്ടപ്പെടാൻ വേണ്ടി പറ്റും. ഫൂഫി സിംപ്ലി എൻജോയ്ഡ് എ ഫ്രീഡം. അല്ലെ, ഫൂഫി തന്റെ ഫ്രീഡം, സ്വാതന്ത്ര്യം എൻജോയ് ചെയ്തതായിരുന്നു ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തതായിരുന്നു വിത്തൗട്ട് എനി സെൽഫിഷ് മോട്ടീവ്. അല്ലെ, ഫൂഫിക്ക് ഒരു സെൽഫിഷ് മോട്ടീവും ഒരു മാലീഷ്യസ് ഇന്റന്റും ഉണ്ടായിരുന്നില്ല. സെൽഫിഷ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആരെയും ഉപദ്രവിക്കണമെന്നോ സങ്കടപ്പെടുത്തണമെന്നോ ഫൂഫിക്ക് ഉണ്ടായിരുന്നില്ല. റിമെമ്പർ ദിസ്. ആൻഡ് നോക്കൂ, that experience shaped what I have felt about relationships for the rest of my life. So our experience ഉണ്ടല്ലോ, that shaped എന്ന് വെച്ചാൽ that influenced, അത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്തിനെ? what I have felt about relationships for the rest of my life. So റിലേഷൻഷിപ്സിനെ കുറിച്ച് എനിക്ക് ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടുകളെ ഒക്കെ ഈ ഒരു ഇൻസിഡൻറ്റ്, ഈ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷേപ്പ് ചെയ്തിട്ടുണ്ട്. You do not own the thing you love. This is one of the most important messages in the story. എന്താണ്? You do not own the thing you love. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തെ നിങ്ങൾ എപ്പോഴും ഓൺ ചെയ്യണം, സ്വന്തമാക്കി വെക്കണം എന്നില്ല. ലവ് എന്ന് പറയുന്നത് പൊസസീവ്നെസ് അല്ല, കൺട്രോളിങ് അല്ല, ലെറ്റിംഗ് ഫ്രീ ആണ്, അല്ലെ, ലെറ്റിംഗ് ഗോ ആണ്. നോക്കൂ, I was lucky to learn that lesson at such a young age. ആ ഒരു ലെസൺ ഉണ്ടല്ലോ, ആ ഒരു പാഠം ഉണ്ടല്ലോ, അതൊരു ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കാൻ പറ്റിയത് ഞാൻ ഭയങ്കര ലക്കിയാണ്. I have so many friends who still as adults, എനിക്ക് ഇപ്പോഴും എന്തുണ്ട്? അഡൽട്സ് ആയിട്ടുള്ള മുതിർന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. റെസിൽ വിത്ത് ഫീലിങ്സ് ഓഫ് ബിട്രയൽ. അല്ലേ, റെസിൽ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രഗിൾ വിത്ത് എന്നാണ്. സോ ബിട്രയൽ, വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, പോരാടുന്ന സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. They will come to me angry and crying. അവർ ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ടോക്കിംഗ് അബൌട്ട് ഹൗ ദേ ഹാവ് ബീൻ ചീറ്റഡ് ഓൺ. അല്ലെ, അവരെങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത് എന്നെന്നോട് പറയാറുണ്ട്. ലൈ ടു, എങ്ങനെയാണ് അവരോട് ആളുകൾ കളവ് പറയുന്നത് എന്നവർ എന്നോട് പറയാറുണ്ട്. ആൻഡ് ഐ ഫീൽ ഫോർ ദം. ഇവിടെ ഫീൽ ഫോർ ദം എന്ന് പറഞ്ഞാൽ sympathize with them. Feel for them, sympathize with them. I understand what they are going through. അവർ എന്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നെനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഐ ഹാവ് ബീൻ ത്രൂ ദാറ്റ്. ഞാനും ഒരിക്കൽ അതിലൂടെ എന്തിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്. അവരുടെ കേസിൽ അതൊരു പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ കേസിൽ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫൂഫി ആയിരുന്നു. ഐ സിറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഇരിക്കും. ആൻഡ് ബൈ ദം എ ഡ്രിങ്ക് ആൻഡ് ഐ സേ, ഞാൻ അവർക്കൊരു ഡ്രിങ്ക് മേടിച്ചു കൊടുത്ത് റിലാക്സ് ആക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക് മേടിച്ചു കൊടുത്ത് ഞാൻ അവരോട് പറയും. എന്ത് പറയും? ഫ്രണ്ട്, ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. സുഹൃത്തെ, ഞാൻ നിന്നോട് ഫൂഫിയുടെ കഥ പറഞ്ഞു തരാം. ആൻഡ് ദിസ് ഈസ് ഹൗ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ ചാപ്റ്റർ എൻഡ്സ്. ആൻഡ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്സ് കൂടി, ഒരു 4 പോയിന്റ്സ് കൂടി എൻ്റെ കുട്ടികൾ ഓർമ്മിച്ച് വെക്കുക. ഒന്ന്, love does not mean ownership. എനിക്ക് തോന്നുന്നു this is the biggest takeaway from the chapter. Okay, love does not mean ownership. ലവ് എന്ന് പറയുന്നത്, സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശമല്ല, ഓണർഷിപ്പ് അല്ല. ഈവൺ ഇഫ് യു ട്രൂലി ലവ് സമ്മൺ, നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും യു കനോട്ട് കൺട്രോൾ ദം. നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് എക്സ്പെക്ട് ദം ബിലോങ് ടു ഓൺലി യു. നിങ്ങളിൽ മാത്രമായിരിക്കണം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ്, Trevor shares the story of Fufi to teach his friends the valuable lessons he learned about love, ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. എന്തിനാണ് ട്രെവർ തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കഥ ഷെയർ ചെയ്യുന്നത്? കാരണം അദ്ദേഹം കുട്ടിക്കാലത്ത് ലവിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, ട്രസ്റ്റിനെ കുറിച്ച് ഫൂഫി പഠിപ്പിച്ചു കൊടുത്ത വാല്യുബിൾ ലെസൺ ഉണ്ട്. അത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
The story of Fufi becomes a symbol of Trevor's emotional maturity and wisdom. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്. കാരണം ഫൂഫിയുടെ കഥ എന്ന് പറയുന്നത് ട്രെവർ നോവ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്കുള്ള പ്രോഗ്രഷൻ കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഈ ചാപ്റ്ററിലെ ഇൻസിഡൻസിനെ നറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ആൻഡ് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ you're good to go for the examination. And thank you everybody for watching. നിങ്ങൾ ഈ എൻഡ് വരെ, അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളാണ്. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്തത്, മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാണ്. ബിക്കോസ് ഇത് +1 ഇംഗ്ലീഷിലെ പുതിയ ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവണം. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമന്റ് ബോക്സ്. ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem Learning. Happy learning everyone.